ഹൈവേ 112 കോടി രൂപയുടെ ഇതിൽ പ്രവൃത്തി തുടങ്ങി. ഇനിയും ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ല. ഇനി പഞ്ചായത്തിനെ പറ്റി നന്നായി അറിയും, 16 വാർഡിനെ പറ്റി നന്നായി അറിയുന്ന ഒരു ജനപ്രതിനിധി. അതൊരു മുന്നോട്ട് ചെയ്ത് പാടണമെന്ന് പറയണ്ട, എനിക്ക് നന്നായി നല്ല ഓർമ്മയുണ്ട്, അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഏതായാലും ഐക്യ ജനാധിപത്യ മുന്നണി പ്രഗത്ഭനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് UDF പറഞ്ഞുള്ള പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും 5 കൊല്ലം കൊണ്ട് ജനക്ഷേമകരമായ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ഫസ്റ്റ് ക്യാബിനറ്റ് കൂടി ഇന്ദിരാഗാന്ധി 5 പദ്ധതികൾ നടപ്പിലാക്കി. KSRTC ബസ്സിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സെപ്റ്റംബർ 15-ാം തീയതി നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ ജൂൺ 15-ാം തീയതി നടപ്പിലാക്കാൻ പോകും. ജൂൺ 19-ാം തീയതി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. നമ്മുടെ പെൺകുട്ടികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം അവരുടെ അക്കൗണ്ടിലേക്ക് വരും. എല്ലാവരും ചോദിച്ചിരുന്നു നടക്കുമോ? നടത്തില്ലേ? ഓരോ കാര്യങ്ങളും നടക്കണം. ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കും. നിങ്ങൾക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റിന്റെ കാലത്ത് അടുത്ത് തന്നെ മൊട്ടവണ്ണക്കടവിൽ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോരുമ്പോൾ അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു ഉത്തരവ് കൊടുത്തിട്ടാണ് പോകുന്നത്. അതിൽ ഉത്തരവ് നടത്തി അത് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് തന്നെ മൊട്ടവണ്ണക്കടവിൽ പിന്നെ ഒട്ടേറെ നമുക്ക് 1400 മണ്ണപ്പാട് മുതലിന്റെ കൂടാ ബൈപ്പാസിനോട് നമുക്ക് റബ്ബറൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമുക്ക് കൂടി ആലോചിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പഴയ ബഷീർ PK മന്ത്രിയായി വെച്ചാൽ ആർക്കും എപ്പോഴും എന്ത് കാര്യത്തിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. എന്നെ ഞാനാക്കിയത് നിങ്ങളാണ്. ഈ എറണാകുളം നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ 3 പ്രാവശ്യം മത്സരിച്ച് 4ാമത്തെ പ്രാവശ്യം എന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ആളുകൾ. അത് തന്നെ ചാലിയാർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ റിക്കാർഡ്. അതായത് രാവുജിക്കും പ്രിയങ്കാജിക്കും നൽകിയ അതിന്റെ തൊട്ടടുത്ത് ഉള്ള ഒരു 3100 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പഞ്ചായത്താണ് ചാലിയാർ. അതുകൊണ്ട് തന്നെ ജനക്ഷേമപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വികസനം മാത്രമല്ല ജനങ്ങളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. 1-2 മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി നമുക്ക് വികസന കാര്യങ്ങളിലും ക്ഷേമ കാര്യങ്ങളിലും അതുപോലെ നമ്മുടെ കുഞ്ഞുമാക്ക പറഞ്ഞ ആശുപത്രിയുടെ കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് എടുക്കുക. അതിനൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ സ്ഥാനത്തിൽ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് 100% വിജയം വരുത്താൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വീകരണം ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ വളരെ ഭംഗിയാക്കി എത്തിച്ചെന്ന നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.